ഓക്കെ ഗായ്സ് നമ്മുടെ ഫ്രാങ്ക്ലിനും അതേപോലെ നമ്മുടെ ഷിൻജാനും അതേപോലെ തന്നെ നമ്മുടെ ടൈഗറും കൂടി എന്തായാലും ഗൈസ് വീണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലെ ട്രിപ്പ് കണക്ക് എന്തായാലും പോകാനായിട്ട് എന്തായാലും പ്ലാൻ ചെയ്തേക്കാണ്. ഓക്കെ, ട്രിപ്പ് എന്തായാലും ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ സ്ഥലത്തോട്ടാണ് എന്തായാലും പോകാനായിട്ട് എന്തായാലും പോകണമെന്ന് വെച്ചാൽ ഓക്കെ, നമ്മളെന്തായാലും ഇപ്രാവശ്യം എന്തായാലും ജുറാസിക് പാർക്കിൽ കണക്കാണ് ഗൈസ് നമ്മളെന്തായാലും ട്രിപ്പായിട്ട് നമ്മളെന്തായാലും പോകാനായിട്ട് പോകണം. ഓക്കെ, നമ്മളെന്തായാലും കഴിഞ്ഞ ട്രിപ്പിന് നമ്മൾ ബീച്ചിലാണ് പോയത്. നമ്മൾ ബീച്ചിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് കേസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ വില്ലേജിൽ പോയാണ് താമസിച്ചത്. ഓക്കെ, ഇപ്രാവശ്യമാണെങ്കിൽ നമ്മളാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മളെന്തായാലും നമ്മുടെ ജുറാസിക് പാർക്കൊക്കെ ഉണ്ട്. നമ്മൾ ജുറാസിക് പാർക്കിൽ താമസിച്ചിട്ട് നമ്മളാണെങ്കിൽ ഒരു ഹോട്ടലുകളൊക്കെ എന്തായാലും ബുക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. അത്യാവശ്യം നമ്മുടെ സിറ്റി സൈഡിലൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു ഹോട്ടൽ നമ്മൾ എന്നിട്ട് താമസിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഷിൻജാനും ടൈഗറും കൂടെയാണ് പോകാനായിട്ടാണ്. നമ്മളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും നമ്മളെന്തായാലും ബസ്സിലാണ് എന്തായാലും പോയെന്ന് വെച്ചാൽ ഓക്കെ, നമ്മുടെ ബസ് നമ്മൾ വിറ്റിട്ടൊന്നും തന്നെ ഇല്ല. നമ്മളെന്തായാലും ബസ് വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തേക്കാണ്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ വണ്ടികളൊന്നും തന്നെ എടുക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കി വണ്ടിയൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ താറുകളൊക്കെയാണ്. ഓക്കെ, ഞാൻ എന്തായാലും പുതിയതായിട്ട് എടുത്ത ഒരു വണ്ടി കണക്കാണ് കേസ് ഈ കാണുന്ന താറെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു താറുകളൊക്കെ വെച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോയിങ്ങളൊക്കെ എന്തായാലും കമൻറ്റുകളൊക്കെ ചെയ്തതാണ്. നമ്മുടെ മഹീന്ദ്ര താർ വെച്ച് എന്തായാലും ഷിൻജാനെ ടൈഗറിനെ വെച്ച് ഒരു അടിപൊളി ഒരു ട്രിപ്പ് വീഡിയോകളൊക്കെ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രിപ്പ് വീഡിയോ ഇതെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇന്ന് എന്തായാലും ഗൈസ് ഈ ഒരു കാണുന്ന മഹീന്ദ്ര താറിലാണ് നമ്മൾ ട്രിപ്പുകളൊക്കെ പോകാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും എന്നത്തെയും പോലെ തന്നെ നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് സ്നാക്സൊക്കെ എന്തായാലും വാങ്ങിക്കണം. എന്തായാലും നമുക്ക് എന്തായാലും ഷിൻജാൻ്റെ കൂടെ ജസ്റ്റ് എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മളെന്തായാലും ഫൈനലി കേസ് നമ്മളെന്തായാലും നമ്മുടെ BMW കൊണ്ട് നമ്മളെന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമ്മളെന്തായാലും BMW പോയാണ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ്. ഓക്കെ, നമ്മുടെ താറുകളൊക്കെ അവിടെ കിടക്കുകയാണ്. നമ്മൾ താറിലാണ് നമ്മളെന്തായാലും ട്രിപ്പ് പോകാനായിട്ട് എന്തായാലും പോകണം. ഓക്കെ, ആ ഒരു വണ്ടീനെ ഓടിച്ച് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഈ വണ്ടി എടുത്തത്. ഓക്കെ, നമുക്ക് ആ വണ്ടി ട്രിപ്പ് പോകുമ്പോൾ എടുക്കാം കേസ്. ഓക്കെ, നമ്മൾ ജുറാസിക് പാർക്കിലാണ്. എന്താവുമെന്നൊരു ഐഡിയ ചെയ്തില്ല. മിക്കവാറും ഡൈനോസറൊക്കെ നമ്മുടെ വണ്ടി എടുത്തിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു BMW പോയി നമുക്ക് സാധനങ്ങൾ കാണൊക്കെ വാങ്ങിക്കാം. നമ്മളെന്തായാലും ജനറൽ സ്റ്റോറിലാണ് പോകണം. ഓക്കെ, ആ സൈഡിലായിട്ടൊരു ഗോഡൗൺ പോലെ ഉണ്ട്, അതിൻ്റെ താഴെയായിട്ടൊരു ജനറൽ സ്റ്റോർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. മിക്കവാറും ആ കട കാലിയാവാൻ ചാൻസ് ഉണ്ടാകും. എന്തായാലും പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ജനറൽ സ്റ്റോറിൽ ഒന്നും ഇവിടെ ഫുൾ സാധനങ്ങൾ നമ്മളെന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പിലുള്ള ചിപ്സസ് നമ്മളെന്തായാലും പർച്ചേസ് ചെയ്തു. നമ്മൾ ലേസ് എന്തായാലും വാങ്ങിച്ച്, കുർക്കുറ വാങ്ങിച്ച്, അതേപോലെ തന്നെ നമ്മൾ ബിങ്കോ വാങ്ങിച്ച്, അങ്ങനെ കുറേ കമ്പനിയുടെ ചിപ്സുകളൊക്കെ നമ്മളെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ടൈപ്പിലുള്ള കുറേ സ്നാക്സുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വണ്ടി ഫുള്ള് നിറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ കുത്തി കയറ്റി ബാക്കിലത്തെ ഡിക്കി ഫുള്ളായിട്ട് എന്തായാലും നിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അകത്തൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഡോറ് കണക്ക് അടച്ചില്ല. എന്തായാലും ഡോർ എന്തായാലും അടയ്ക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഡോറ് കണക്ക് അടയ്ക്കാൻ നോക്കുകയാണ്. ഈ ഡോർ എന്താണ് അടയാത്ത? നമുക്കെന്തായാലും നേരെ എന്തായാലും അടുത്ത് നമുക്കെന്തായാലും ഈ ഡോറങ്ങ് അടയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ആ ഒരു ഡോറൊക്കെ നമ്മളെന്തായാലും അടച്ചിട്ട് നമ്മളെന്തായാലും വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ട് നേരെ അവിടെ വീട്ടിൽ പോയി എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് അങ്ങനെ നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ അവിടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ട്രിപ്പ് അങ്ങനെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ചെയ്യാം. എൻ്റെ മുമ്പ് ഇവിടെ ഏതോ വണ്ടി ആക്സിഡൻ്റ് ആയി. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ട്രിപ്പ് നമുക്ക് എന്തായാലും നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ട്രിപ്പുകളൊക്കെ ഫൈനലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നൈസായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ ഒരു ബാഗുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ബാഗിൻ്റെ അകത്ത് ഫുള്ള് നമ്മുടെ എൻ്റെ ഷിൻജാൻ്റെ ഡ്രസ്സുകളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഡ്രസ്സിൻ്റെ ബാഗ് ഭയങ്കര ചെറുതും അതേപോലെ തന്നെ ഒരു ബാഗൊക്കെ ഉള്ളൂ. പക്ഷേ ഗൈസ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ബാഗ് അത് ഭയങ്കര വലിയ ബാഗാണ്. ഇഷ്ടംപോലെ ബാഗുകൾ കണക്കുന്നുണ്ട്. എല്ലാം കൂടെ നമ്മുടെ താറിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേയൊക്കെ വാരി വെളിയിലെടുത്തിട്ടുണ്ട്. ചില ബാഗ് വേറെ ഇല്ല കേസ്, വണ്ടി ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, ബാഗിലത്തെ ഡിക്കി ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷിൻജാനുകളൊക്കെ ഫ്രണ്ട് ഇരിക്കും. ഓക്കെ, നമ്മുടെ ടൈഗറിനെ കളൊക്കെ ബാക്ക് ഇരുത്തും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഈ വണ്ടികളൊക്കെ ഫ്രണ്ട് 2 ഡോറല്ലേ ഉള്ളൂ. ഓക്കെ, മൊത്തം വണ്ടി 3 ഡോറാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഷിൻജാനെ ടൈഗറെ ഒന്ന് പെട്ടെന്നാടാ സമയം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങളിത് എത്തി. ഓക്കെ, ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇവരും കൂടെ എന്നാലും വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ടാക്കി. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മൾ ജുറാസിക് പാർക്കിലല്ലേ പോണ? ആടാ ഷിൻജാനെ നമ്മൾ ജുറാസിക് പാർക്കിലാണ് പോണത്. ഫ്രാങ്ക്ലിനോ ഞാൻ പറഞ്ഞോളൂ എല്ലാ സ്നാക്സും എല്ലാം നീ വാങ്ങിച്ചല്ലോ? ആടാ ടൈഗറെ ഞാൻ എല്ലാം വാങ്ങിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും എല്ലാം വാങ്ങിച്ച്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം,
എല്ലാം അങ്ങ് ഒറ്റ അടിക്കല്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കണം കേട്ടല്ലോ. എടാ ടൈഗറെ നീ ഇപ്പോഴേ തീറ്റ തുടങ്ങിയ. നമ്മളാണെങ്കിൽ ടൈഗറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു 200 ബർഗർ വാങ്ങിച്ചിരുന്നു ഗൈസ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തീറ്റയാണ്. ഓക്കെ, ഇടയ്ക്ക് വെച്ച് പിന്നെയും ബർഗർ വേണമെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചത്. ഓക്കെ, പക്ഷെ എല്ലാം തീർത്തുകൊണ്ടിരിക്കണം. എടാ ടൈഗറെ ഇപ്പോൾ കഴിക്കണ്ട. ബോ ബോ ഫ്രാങ്ക്ലിന് എനിക്ക് നല്ല വിശക്കണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറേ കഴിച്ചു, എന്നിട്ടും എനിക്ക് വീണ്ടും വിശക്കണ്. നീ എന്തെങ്കിലും ചെയ്. എടാ ഷിൻചാനെ നീ കാഴ്ചയെ കണ്ടോണ്ടിരിക്കും, എപ്പോഴും തീറ്റ തന്നെ രണ്ടെണ്ണത്തിന്. നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്കെന്തായാലും നേരെ ജുറാസിക് പാർക്കിലോട്ടാണ്. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി കാത്തിരുന്ന പോലെ നമ്മളങ്ങനെ ഫൈനലി ഏകദേശം എന്തായാലും ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ജുറാസിക് പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരണം. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ആയിട്ട് റാമ്പൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഒരു കുളം പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ താറിനെ കൊണ്ട് നമ്മളെന്തായാലും വെള്ളത്തിലിറക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ വെള്ളത്തിലിറക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എൻ്റെ വണ്ടിയിൽ ഫുള്ള് വെള്ളം നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പോനെ ഗൈസ് വണ്ടി ഫുള്ളായിട്ട് മുങ്ങി കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഇത്രയും നേരം കാത്തിരുന്ന പോലെ നമ്മളെന്തായാലും ജുറാസിക് പാർക്കിൻ്റെ അകത്തോടെ നമ്മളങ്ങനെ എൻ്റർ ആവുകയാണെങ്കിൽ എൻ്റെ മുമ്പ് എന്താവും എന്ന് ഇറങ്ങണം. അയ്യോ 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 നാട്ടുകാരെ ഓടിവായോ, ഈ ഷിൻചാനെ ടൈഗറിനെ അതേപോലെ തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ രക്ഷിക്കണേ. അയ്യോ നാട്ടുകാരെ ഓടിവായോ. എടാ ഷിൻചാനെ ഒന്നും മിണ്ടായിരടാ. ഇവിടെ പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ കയറിയോണ്ട് തന്നെ ഇവിടെ വേറെ ഡൈനോസറോ കാര്യങ്ങളൊന്നും തന്നെ ഒന്ന് വാടച്ചിരിക്കുമോ. നിന്റെ വിളിയും കേട്ട് മിക്കവാറും വല്ല ഡൈനോസർ വല്ല വരും. അയ്യോടാ ഫ്രാങ്ക്ലിനെ എനിക്ക് നല്ല പേടിയാവണോടാ. മിക്കവാറും ആ ഡൈനോസർ നമ്മുടെ താറോടൊക്കെ അടിച്ച് തിന്നാൻ ചാൻസുണ്ട്. എടാ ഒന്നും മിണ്ടായിരടാ. അയ്യോ പാളി അയ്യോ ഡൈനോസറേ. എടാ മിണ്ടായിരടാ, കാഴ്ചകൾ കാണാടാ, അത് നമ്മളൊന്നും ചെയ്യൂല. അയ്യോടാ ഫ്രാങ്ക്ലിനെ ആ ഡൈനോസർ നേരെ നമ്മളെടുത്തോടെ പറഞ്ഞ. എടാ അതൊന്നും ചെയ്യത്തില്ല, ഒന്ന് മിണ്ടായിരിക്കോ. എനിക്കിവിടെ നേരെ കോൺസെൻട്രേറ്റ് ആവില്ല. ഞാൻ പറഞ്ഞില്ല നിന്റെ കാര്യം. എന്തോടാ ഷിൻചാനെ ടൈഗർ ഒന്ന് വാടച്ചിരിക്കോ. നിങ്ങൾ കാരണമാണ് വണ്ടി പറയേണ്ടത്. എന്തോ ഒരു സ്ക്രാച്ച് ആയ വേണ്ടിയിട്ട് സൈഡ് ഒന്ന് അടച്ചിരിക്കോ മിണ്ടാതെ. പിന്നെ കാണാനാണ് ട്രിപ്പ് എന്ന് പറഞ്ഞു തന്നാൽ ഇവിടെയൊക്കെ കാണ് കണ്ട സ്ഥലങ്ങളൊക്കെ കാണ്. ഡൈനോസർ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളെ പിടിച്ച് വിഴുങ്ങുന്നില്ല. അടഞ്ഞിരിക്കുകയില്ല. ഒരു ചെറിയ ഡൈനോസറിനെ കണ്ടാണ് കൈസ് ഇങ്ങനെ കരയണത്. ഓക്കെ, അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് നല്ല രീതിക്ക് പേടിയോട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് തിരിച്ചു പോവാം, കുഴപ്പമില്ല. എടാ ഷിൻചാനെ 1000 രൂപ കൊടുത്താണ് ഞാൻ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തത്. അത് ഒരാൾക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് 3000 രൂപയാണ് ഈ ജുറാസിക് പാർക്കിൽ കയറാനായിട്ട് കൊടുത്താണ്. മിണ്ടാതിരുന്നോ. 3000 രൂപ കൊടുത്താണ് ഈ സാധനം കാണാൻ വേണ്ടിയിട്ട് കയറുക. അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് കണ്ടിട്ടേ ഇറങ്ങണുള്ളൂ. വേണമെങ്കിൽ ഇരുന്നാൽ മതി. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഫ്രണ്ടിലൊരു വലിയ ഡൈനോസർ. എടാ ഷിൻചാനെ ഒന്ന് മിണ്ടായിരടാ. എൻ്റെ പൊന്നു കേസ് ഷിൻചാൻ പറഞ്ഞതും കാര്യമുണ്ട് കേട്ടോ. ഇവിടെ വലിയ ഡൈനോസറൊക്കെയാണ്. നമുക്കെന്നാലും അതിനെ തട്ടാതെ പോകണം കേട്ടോ. അയ്യോ ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണിപ്പാളി. അയ്യോ കേസ് ഡൈനോസറുകളൊക്കെ നമ്മുടെ വണ്ടികളൊക്കെ നൈസായിട്ട് മിക്കാറും അടിക്കുന്നതാണ്. എൻ്റെ മോനെ അയ്യോ നാട്ടുകാരെ ഓടിവായോ. ഫ്രാങ്ക്ലിൻ ചേട്ടനെ ടൈഗറിനെ ഷിൻചാനെ എല്ലാവരെയും ഡൈനോസർ തിന്നാ പറഞ്ഞേ. എടാ ഷിൻചാനെ ഒന്ന് വാടച്ചിരടേ, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പേടിക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എൻ്റെ പൊന്നെ ഷിൻചാൻ പറയണതും കാര്യമുണ്ട് കേട്ടോ സത്യത്തിലൊക്കെ. ഇവിടെ നമ്മളെ ഡൈനോസർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച അറ്റാക്ക് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യത്തില്ല. നോക്കി ഇവിടെ ഇപ്പോൾ ഡൈനോസറിനെ കാണാനില്ല. നമുക്ക് ഒന്നും കൂടെ എന്നാലും അവിടെ നിന്നൊരു ചുമ്മാ പോയി നോക്കാം. നല്ല രസമാണ് കേട്ടോ ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറി കാണാനായിട്ടൊക്കെ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ പിന്നെ വിളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഷിൻചാനും ടൈഗറൊക്കെ. ഇവിടെ എന്തോ ഒരു വേറൊരു ഡൈനോസറിനെ കണ്ട്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ വണ്ടി തിരിക്കുക, നമുക്ക് നേരെ വെളിയിലിറങ്ങാം. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് പേടിയാവണേ, എനിക്കിനി കുറച്ച് വർഷം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടാ ഷിൻചാനെ ഒന്ന് മിണ്ടായിരടാ, ഞാൻ ഓടിക്കട്ട്. ഇവനെ കൊണ്ട് വയ്യ കേസ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ജുറാസിക് പാർക്കിൻ്റെ വെളിയിൽ ഇറങ്ങാം കേസ്. ഓക്കെ, പോണേനെ ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഒന്നും കൂടെ എന്തായാലും നോക്കി നോക്കാം കേസ്. ഓക്കെ, എന്നെ ചുമ്മാ കാഴ്ചകൾ കാണാൻ വയ്യ കേസ്. ഓക്കെ, മറ്റേ ഡൈനോസറാണ് സീൻ. ഓക്കെ, ഇവിടെ നേരത്തെ ഒരു ഡൈനോസർ ഇരുന്നില്ല, അത് പിന്നെ പ്രശ്നമല്ല കേസ്. ഓക്കെ, ഈ ഷിൻചാൻ മിണ്ടായുള്ള ചുമ്മാ അടന്ന് വിളിച്ചോണ്ടിരിക്കണം. ഓക്കെ, അതാ എത്തി. എന്നെ ഒന്ന് കാണാൻ സമ്മതിച്ചില്ല. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ കൊണ്ട് ട്രിപ്പ് പോലെ മിണ്ടായിരുന്നോ കേട്ടല്ലോ. ആവോ ഇപ്പോഴാണ് ആശ്വാസമായ. അയ്യോ ഞാൻ ഒരുപാട് പേടിച്ചോ ഈ ഫ്രാങ്ക്ലിൻ ചേട്ടാ. അയ്യോ ഫ്രാങ്ക്ലിന് നമ്മൾ രക്ഷപ്പെട്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് ബീച്ച് വരെ പോയാലോ. ഒന്ന് മിണ്ടായിരുന്നോ. ഇനി നേരെ ഹോട്ടലിലോട്ടാണ് പോകണം. ഇനി ഒരെണ്ണം പോകണില്ല. എൻ്റെ പൈസ മൊത്തം എന്നെ നേരെ ജുറാസിക് പാർക്ക് കാണാൻ സമ്മതിച്ചില്ല.
മര്യാദയ്ക്ക് അവിടെ എന്തെങ്കിലും തിന്നോണ്ടില്ലേ? അല്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചുമ്മാ ഒന്ന് ഡ്രൈവൊക്കെ ചെയ്യാൻ വേണ്ട. നമ്മളിവിടെ നേരെ പോകണം വില്ലേജിലോട്ടാണ്. നമുക്കാണെങ്കിൽ വില്ലേജിലൊക്കെ പോയി ഒന്ന് ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ടിട്ടല്ല, അല്ലാതെ ഇനി ബീച്ചിലോട്ടൊന്നും എന്നെ കൊണ്ട് പോകാൻ വയ്യ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വില്ലേജിലോട്ട് എന്നാലും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മളെന്തായാലും ബസ്സും കൊണ്ട് വന്ന സമയത്ത് നമ്മൾ ഈ വില്ലേജിലാണ് താമസിച്ചത്. ഓക്കെ, ഇപ്രാവശ്യം നമ്മളൊരു ഹോട്ടലാണ് താമസിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ചുമ്മാ ഒന്ന് വില്ലേജ് വരെ വന്നതാണ് കേസ്. ഓക്കെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എന്നെ മര്യാദയ്ക്ക് ജുറാസി പാർക്ക് കാണാൻ സമ്മതിച്ചില്ല. ആ രണ്ടാമത്തെ ഡൈനോസറായിരുന്നു സീൻ. ഓക്കെ, ആദ്യം വന്ന ഡൈനോസർ നമ്മളൊന്നും ചെയ്തില്ല. ഓക്കെ, മറ്റു ഡൈനോസർ നമ്മുടെ വണ്ടിയുടെ റൂഫിൽ കടിച്ചു കേട്ടോ ചെറുതായിട്ട്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സാധനമായിരുന്നു. ഓക്കെ, സത്യത്തിൽ എന്തോ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ. ഓക്കെ, അത് ഫുള്ള് കടിച്ചെടുക്കുമായിരുന്നു. ഓക്കെ, റൂഫ് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സീനേ ഉള്ളൂ. അതൊക്കെ ശരിയാക്കുക. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടംപോലെ ക്യാഷൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ മില്യണയറാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വില്ലേജിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നമുക്കിനി നേരെ നമ്മുടെ ഹോട്ടലിലോട്ട്. ഇവിടെ പിന്നെ ഭയങ്കര മഴ ഇടിവെട്ടൊക്കെയാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും ഹോട്ടലിലോട്ട് പോവാം. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് കേസ് നമ്മുടെ ഹോട്ടലെന്ന് പറയണേ. എൻ്റെ മോനെ നല്ലൊരു അടിപൊളി ഹോട്ടലുകളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഈ ഹോട്ടലിനകത്തൊന്നും എന്തായാലും പാർക്ക് ചെയ്യാനായിട്ട് അതിന് സ്പെഷ്യൽ പൈസ എന്തായാലും കൊടുക്കണേ. ഞാൻ ഇപ്പം എന്തായാലും അകത്തൊന്നും പാർക്ക് ചെയ്യണില്ല. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ വെളിയിൽ പാർക്ക് ചെയ്ത്. ഞാൻ ഭയങ്കര ടയർഡാണ്. എടാ ഷിൻചാനെ, ടൈഗറെ മതിയുടെ കഴിച്ചത് പെട്ടെന്ന് ഇറങ്ങി വാടാ, സ്ഥലം എത്തി. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടോ, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇതും കൂടെ ഒന്ന് തീർന്നിട്ട്. പക്ഷെ എൻ്റെ പൊന്ന് കേസ്, ഈ ടൈഗറും ഷിൻചാനോടെ എല്ലാ സാധനങ്ങളും തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഫുള്ള് ചവറാണ്. ബർഗറിൻ്റെ കവറും ഏതാണ് ചിപ്സിൻ്റെ കവറും എല്ലാ സാധനത്തിൻ്റെ വേസ്റ്റ് മൊത്തം വണ്ടിക്കകത്താണ്. വണ്ടി മൊത്തത്തിൽ അലുമ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, അല്ല അവരെന്തായാലും പറയട്ടെ. നമുക്കെന്തായാലും അപ്പോൾ ഈ ഒരു ഹോട്ടൽ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ചെറിയ എന്തോ ഷെഡ് പോലത്തെ സാധനമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ അല്ലാതൊരു ഷെഡുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലായിട്ടൊരു ഷെഡുണ്ട്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇങ്ങോട്ടെന്തായാലും പോവാം. ഇവിടെ ആയിട്ടൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ട് കേട്ടോ. നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഏതാണ് വീടുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. പിന്നെ ഇതിലേക്കൂടെ ഒരു വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ആണ് ചെറിയൊരു റൂം പോലത്തെ ഒരു സാധനം എന്തായാലും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഫ്രണ്ടിലുള്ള പോലത്തെ സംഭവമാണ്. ഓക്കെ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും വെക്കാനായിട്ടൊക്കെ നല്ലൊരു റൂമുകളൊക്കെ ആണെങ്കിൽ സാധനം വെച്ചാൽ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ അകത്ത് എന്തായാലും ഒന്ന് കയറി നോക്കാം കേട്ടോ. എൻ്റെ മോൻ, നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഈ വീടിൻ്റെ ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ബെഡുണ്ട്, AC, അതേപോലെ തന്നെ PC, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, എൻ്റെ മോന് നൈസാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട്. അവിടെയും ചെറിയൊരു റൂം പോലത്തെ സംഭവമുണ്ട്. മുകളിലാണെങ്കിൽ ഈ സൈഡിലായിട്ടൊരു കിച്ചണും പിന്നെ ഇവിടെ തന്നെ ആയിട്ടൊക്കെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാം. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് എന്തായാലും ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഈ വീടിന് വലുതായിട്ട് റൂമോ കാര്യങ്ങളൊന്നും തന്നെ സാധനങ്ങളുള്ളതായിട്ട് ഇല്ല കേസ്. ഓക്കെ, ഓക്കെ, ഇവിടെ ആയിട്ട് റൂമുണ്ട്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും റൂം കിട്ടും. ഇത് റൂമല്ല കേട്ടോ, ബാത്റൂമാണ്. ഈ വീടിന് ഭയങ്കര റൂം കുറവാണ് കേസ്. ഓക്കെ, പക്ഷെ എല്ലാം ബാൽക്കണിയൊക്കെയാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കേസ് ഒരു ഹോട്ടലാണ്. ഇത് ഭയങ്കര ചെറിയ ഹോട്ടലാണ്. ആകെ ഇതിന് റൂമായിട്ടുള്ളത് 3 മൂന്നെണ്ണമാണ് കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് ഹോട്ടൽ എന്ന് പറയണം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ, ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോകളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇനിയും കമൻറ്റുകളൊക്കെ ചെയ്യുക, അതേപോലത്തെ ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ കേസ് ഞാൻ വീണ്ടും എന്നാലും പുതിയൊരു കിടിലൊക്കെ പൊൾക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതിലൂടെ ആരെങ്കിലും ചാനലിലൂടെ ആരെങ്കിലും ലൈക്ക് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത വീഡിയോസ് എല്ലാം എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.